ഹായ് മക്കളെ. ഹലോ മക്കളെ. +2 ബോർഡ് എക്സാമിന്റെയും +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെയും ഒഫീഷ്യൽ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. ഇപ്പോഴായിരിക്കും ബഹുഭൂരിഭാഗം പേരും എനിക്കിനി പഠിക്കണം ഒരു ആഗ്രഹം ഒന്നുണ്ടാകും. ഒരു ത്വരൊക്കെ തന്നെ ഇപ്പോഴായിരിക്കും ഇവർക്ക് എല്ലാവർക്കും തന്നെ വന്ന് കാണാം. മക്കളെ, ത്വര മാത്രം വന്നാൽ പോരാ. ഇനി നമ്മുടെ മുന്നിൽ ഒട്ടേറെ പരീക്ഷകളാണ് വരാനിരിക്കുന്നത്. ക്രിസ്മസ് എക്സാമും മോഡൽ എക്സാമും പ്രാക്ടിക്കൽ എക്സാമും എല്ലാം ഇനി വളരെ ചുരുങ്ങിയ ദിവസത്തിൽ വരാൻ പോവാണ്. അത് ചുരുങ്ങിയ മാസം കൊണ്ട് ഒരുപാട് പരീക്ഷകൾ, അതാണ് ഇവരെല്ലാവരും തന്നെ ഇനി അഭിസംബോധന ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിനുവേണ്ടി ഇവർ എന്തെല്ലാം ചെയ്യണം? തീർച്ചയായും ഈ ചുരുങ്ങിയ ദിവസത്തിൽ എങ്ങനെയാണ് ഈ പരീക്ഷകൾക്കെല്ലാം ഏറ്റവും മികച്ച മാർക്ക് ഉറപ്പിക്കുക എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ തന്നെ വീഡിയോ ഡിസ്കഷനിലേക്ക് പോകാം. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പാഠം പഠിക്കാം, അത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ. നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും ബേസിക്കലി? തീർച്ചയായും, അതായത് ഇനി അങ്ങോട്ടുള്ള 4 മാസം കൊണ്ട് ഹോൾ സിലബസ് ആണ്, ഓണപരീക്ഷ ഉൾപ്പെടെയുള്ള മുഴുവൻ സിലബസും കുട്ടിക്ക് കവർ ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് മൊത്തം പറയുമ്പോൾ ഇപ്പോൾ ഫിസിക്സിൽ 14 പാഠം, മാത്സിൽ 13 പാഠം, കെമിസ്ട്രിയിൽ 10 പാഠം, ബയോളജി 13 പാഠം, മൊത്തം ആഴ്ചയിൽ 50 പാഠമാണെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കേണ്ട ആവശ്യം വരാം. അതായത് ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ പോലും തീരാത്ത അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ മാറി വരുന്നൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ രീതി. ഇപ്പോൾ ഫിസിക്സ് പറയുമ്പോൾ ഇപ്പോൾ NCERT എക്സാമ്പിൾസ് ആയിക്കോട്ടെ, മാത്സിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരുപാട് NCERT ഓറിയന്റ് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ എക്സാം എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുട്ടികൾ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിക്കും, അവർ എക്സ്പെക്ട് ചെയ്യുന്ന PYQസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ചോദ്യ പേപ്പറിനകത്ത് വരുമ്പോൾ ആ ചോദ്യങ്ങൾ അതേപടി ചിലപ്പോൾ കാണണമെന്നില്ല. അതാണ് പ്രശ്നം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിവിഷനാണ്. നിസ്സംശയം പറയാൻ പറ്റും. കാരണം ഈ റിവിഷനാണ് നമുക്ക് ഏറ്റവും നല്ല മാർക്കിലേക്ക് എത്തിക്കുക. ഇപ്പോൾ നമ്മൾ ഗംഭീര പഠിച്ചു, പക്ഷെ അവസാന നിമിഷം നമ്മൾ റിവൈസ് ചെയ്തിരിക്കാം, നമുക്ക് മാർക്ക് കിട്ടൂല. പക്ഷെ ഒരു കുട്ടിക്ക് റിവിഷന് വേണ്ടി പുസ്തകം മാത്രം പോരാ, എഫക്റ്റീവായ ഷോർട്ട് നോട്ട്സ് എന്തായാലും വേണം. കാരണം വീണ്ടും ഒന്നേന്ന് പരീക്ഷയുടെ തലേ 4 പുസ്തകം വായിക്കാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് ബേസിക്കലി. അപ്പോൾ ഷോർട്ട് നോട്ട്സ് കുട്ടിക്ക് എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഈ പ്രോബ്ലത്തിന് ഒരു വലിയ സൊല്യൂഷൻ. ചോദിക്കട്ടെ കാര്യം, അപ്പോൾ ഈ നിമിഷം അവർ പ്രിപ്പയർ ആകാൻ പറ്റിയിരുന്നു. ഞാൻ ഒരു പാഠം പഠിക്കുന്നു, ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നു, ഇതെല്ലാം വളരെ എളുപ്പത്തിൽ തീരും. ചുരുങ്ങിയ മാസമുള്ളൂ, ഇത്ര പാഠം പഠിക്കേണ്ട 50 പാഠമുണ്ട്. അപ്പോൾ എല്ലാ പാഠത്തിനും ഷോർട്ട് നോട്ട്സ് എല്ലാം നമുക്ക് ഈ നിമിഷം പ്രിപ്പയർ ചെയ്തുണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആണ്. അത് അവരുടെ പഠനത്തെ വലിയ രീതിയിൽ ബാധിക്കും. ഇപ്പൊ അവർക്ക് വേണ്ടത് എഫക്റ്റീവായി ഷോർട്ട് മെറ്റീരിയൽസ് ആണ്. അത് പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ അവരുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അതിനേക്കാളും മികച്ചൊരു സൊല്യൂഷൻ വേറെ ഇല്ല, ഒന്നുമില്ല. ഇത് തന്നെയാണ് മക്കളെ സൈലം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഒന്നാമത്തെ ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ 3 കോർ സബ്ജക്റ്റുകളുടെ ഷോർട്ട് നോട്ട്സ് തികച്ചും ഫ്രീ ആയിട്ട് കേരളത്തിലുള്ള മുഴുവൻ +2 വിദ്യാർത്ഥികൾക്കും സൈലം നൽകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും സൈലത്തിന്റെ ഷോർട്ട് നോട്ട്സിൽ എന്തെല്ലാം ഉണ്ടാവുമെന്ന്. മക്കളെ, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ഫോർമുലാസ്, എല്ലാ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റുകൾ, റേ ഡയഗ്രാംസ് മുതലായിട്ടുള്ള എല്ലാ വിഷയങ്ങളും സൈലത്തിന്റെ ഷോർട്ട് നോട്ട്സിൽ ഉണ്ടാവുന്നതായിരിക്കും. അതായത് എക്സാം തലേ ദിവസം ഈ കാണുന്ന ഒരു മെറ്റീരിയൽ മതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാനായി. അപ്പോൾ ഈ മെറ്റീരിയൽ മക്കൾക്ക് എവിടെ നിന്ന് കിട്ടും, അതിന് അവർ എന്താണ് ചെയ്യേണ്ടത് എന്നായിരിക്കും മനസ്സിലുണ്ടാവുക. സംശയ കാര്യത്തിൽ എല്ലാവരും ഇപ്പോൾ അത് ആളുകൾ എങ്ങനെ കിട്ടുമെങ്കിൽ മക്കളെ, ആ മെറ്റീരിയൽ എങ്ങനെ കിട്ടും എന്ന കാര്യമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ മനസ്സിലുള്ള മറ്റൊരു ചോദ്യമാണ്, +2 ഇപ്പോൾ ഈ പറയുന്ന മെറ്റീരിയൽ നോക്കി സൈലം കണ്ട് പഠിച്ച് ഏറ്റവും മികച്ച മാർക്ക് അവർക്ക് ഉറപ്പിക്കാം. പക്ഷേ +2വിന് ശേഷം വലിയൊരു ലോകമുണ്ട്. അതാണ് സംഭവം. ഒരു വലിയ ലോകം അവർ കാത്തിരിക്കുന്നുണ്ട്, ഒരുപാട് എക്സാംസ് കാത്തിരിക്കുന്നുണ്ട്. കീം എക്സാം വരാൻ വേണ്ടി പോകുന്ന ഈ വർഷം കുറച്ച് നേരത്തെയാണ്. ഏപ്രിൽ മാസം ഹാഫിന് കീം എക്സാം ഉണ്ടാവും. നീറ്റ് എക്സാം വരാൻ വേണ്ടി പോകുന്ന മെയ് മാസം 3-ാം തീയതിയാണ്. നീറ്റ് കീം മാത്രമല്ല ഒരുപാട് പരീക്ഷകളാണെന്ന് ഇവരെ കാത്തിരിക്കാൻ വേണ്ടി. തീർച്ചയായും, അതായത് +2വിന് ശേഷമൊക്കെ പല കുട്ടികളുടെയും മനസ്സിലുള്ള വലിയ ആഗ്രഹമാണ്, എനിക്ക് ഏറ്റവും മികച്ചൊരു ജോലി വേണം, എനിക്ക് എൻ്റെ ഫാമിലിയൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ ആഗ്രഹിക്കുന്ന ഒട്ടേറെ മക്കൾ ഈ പറയുന്ന വീഡിയോ കാണുന്നുണ്ടാവും. സോ അവർ ചെയ്യേണ്ട കാര്യം എന്താണ്, അവരെങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് അവരുടെ ഫ്യൂച്ചർ മാറ്റിയെടുക്കാൻ സാധിക്കും, ഫ്യൂച്ചർ എങ്ങനെ പ്ലാൻ ചെയ്യണം, അതാണ് ബേസിക്കലി ഇവർ ഈ നിമിഷം ചെയ്യേണ്ടത്. അത് +2 ബോർഡ് എക്സാം പഠിക്കുന്നതോടൊപ്പം തന്നെ ചെയ്തു കൊണ്ട് ഉത്തരവാദിത്വം അവർക്ക് എല്ലാവർക്കും. അതായത് നീറ്റ്, JEE തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിന് 100% ഫ്രീ ആയിട്ട് 100% സ്കോളർഷിപ്പോടുകൂടി തന്നെ സൈലത്തിന്റെ ഓഫ്ലൈൻ ക്യാമ്പസുകളിൽ പഠിക്കാനുള്ള അവസരമാണ് സൈലം അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. അതാണ് സൈലം സാറ്റ് എക്സാമിനേഷൻ സ്കോളർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മക്കളെ, സൈലത്തിന്റെ സാറ്റ് എക്സാം ഈ വരുന്ന നവംബർ 16-ാം തീയതി നടക്കുന്ന പരീക്ഷയിൽ നിങ്ങൾ ഏറ്റവും മികച്ച മാർക്കോടുകൂടി തന്നെ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓഫ്ലൈൻ ക്രാഷ് പ്രോഗ്രാമും റിപ്പീറ്റർ പ്രോഗ്രാമും ഒക്കെ 100% സ്കോളർഷിപ്പോടുകൂടി തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ കാണുന്ന എക്സാമിന് വരുന്ന എല്ലാ മക്കൾക്കും സൈലത്തിന്റെ ഷോർട്ട് നോട്ട്സും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഒഫീഷ്യലി നടക്കുന്ന നീറ്റിന്റെയും JEEയുടെയും ഒക്കെ അതേ ക്വസ്റ്റ്യൻ പാറ്റേണിൽ തന്നെയാണ് സാറ്റ് എക്സാമും നടക്കാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നീറ്റ് എക്സാമിന്റെയും JEE എക്സാമിന്റെയും എല്ലാം തന്നെ ഒരു മോക്ക് ടെസ്റ്റ് എന്നാണ് ഈ കാണുന്ന സൈലം സാറ്റിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, എല്ലാവരും സാറ്റ് എക്സാം എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിനകത്ത് ഒരു QR കോഡ് കാണുന്നുണ്ടാവും. ഉടൻ തന്നെ സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. നമുക്ക് സാറ്റ് എക്സാം എഴുതി സൈലത്തോടൊപ്പം പഠിച്ചുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ സെറ്റാക്കാം. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്.